അശോകന്റെ എത്ര പിള്ളേരാ പെൺകുട്ടികള്? എനിക്ക് 3 കോയക്കൊക്കെ എത്ര പെൺകുട്ടികളാ? 3 അബ്ദുറഹ്മാൻ എത്ര പെൺകുട്ടി? പെൺകുട്ടികൾ. നിനക്ക് എത്ര പെൺകുട്ടികളാ? 2 പെൺകുട്ടികൾ. അൽഹംദുലില്ലാ. എനിക്ക് 2 പെൺകുട്ടി. അശോകട്ടന് 3 പെൺകുട്ടി. അബ്ദുറഹ്മാനിക്കാക്ക് 2 പെൺകുട്ടി, 3 പെൺകുട്ടി. കോയക്കൊക്കെ എത്ര പെൺകുട്ടി? ഒരു പെൺകുട്ടി 2 ആണ്. 2 പെൺകുട്ടി. ഇതെന്തിനാ പറഞ്ഞതറിയോ? സ്വർണത്തിന് 70,000 വില കൂടിയപ്പോ ആളുകൾ ഇങ്ങനെ മേപ്പോട്ട് നോക്കി ഇങ്ങനെ സങ്കടപ്പെടുകയാണ്. 5 പെണ്ണാണല്ലോ ഇങ്ങനെ കെട്ടിക്കുന്നത്. നിങ്ങൾക്ക് ഒരു ബാധ്യതയില്ല പെൺകുട്ടികൾക്ക് സ്വർണം കൊടുക്കുന്നതിനകത്ത്. ഒരു ബാധ്യത നിങ്ങളുടെ മേൽ ഇസ്ലാം കൽപ്പിച്ചിട്ടില്ല. പെൺകുട്ടിക്ക് സ്വർണം കൊടുത്തിട്ടേ നിങ്ങൾ അങ്ങോട്ട് വിടാവുള്ളൂ. സത്യത്തിൽ ഭയപ്പെടേണ്ട, സ്വർണം വില കൂടുന്നതനുസരിച്ച് ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് ഇസ്ലാമിന്റെ നിയമം ഉൾക്കൊള്ളുന്നവരാണെങ്കിൽ ആൺകുട്ടികളെ ഭയപ്പെടേണ്ടത്. മഹാനായ ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ പുരുഷന്മാർ ഉമർ തങ്ങളോട് വന്നിട്ട് പറഞ്ഞു, മഹറൊന്ന് കുറക്കാൻ പറ. കാരണം മഹർ നിർബന്ധവും മറ്റ് സ്ത്രീധന മാമൂലുകളൊന്നും ഇസ്ലാമിൽ ഇല്ലാത്തതാ. അപ്പൊ ഉമർ റളിയല്ലാഹു സ്ത്രീകളോട് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ മഹറിൽ ഒന്ന് കുറച്ച് ചുരുക്കണം, ഒന്ന് കുറക്കണം. ഒരുപാട് പേര് വിവാഹം കഴിക്കാനുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ ഇന്നത്തെ വ്യവസ്ഥയിൽ അങ്ങനെയല്ല. ഇന്ന് സ്വർണ്ണവില കൂടുമ്പം 5ഉം 6ഉം പെൺകുട്ടികളുള്ളവർ നെഞ്ചത്തടിക്കുകയാണ്. നമുക്കൊന്നും ഒരു പ്രശ്നം. എനിക്ക് 2 പെൺകുട്ടിയാണ്, സന്തോഷമുള്ളു. ഒരു ഗ്രാം കൊടുക്കാൻ എന്റെ മേൽ ബാധ്യതയില്ല. എന്റെ സന്തോഷത്തിൽ എന്തെങ്കിലും ഒന്ന് കുട്ടിക്ക് കരുത്തിട്ട് കൊടുക്കുന്നുള്ളതല്ലാതെ ഒരു തരി പൊന്ന് ചോദിക്കുന്നവർക്കോ അങ്ങനെ ആവശ്യപ്പെടുന്നവർക്കോ പെണ്ണുമില്ല. അങ്ങനെ കെട്ടിക്കൽ എന്റെ മേൽ നിർബന്ധമല്ല. അശോകട്ട ഓക്കെ അല്ലേ? അശോകട്ട 3 പെൺകുട്ടികളെ കെട്ടിച്ച് അശോകട്ടാണ് ഇരിക്കുന്നത്. അതെ, അബ്ദുറഹ്മാനിക്ക് 3 കെട്ടിക്കാനുള്ള ആളാ. കോയക്ക എത്ര കെട്ടിച്ച്? നമ്മളെക്കാട്ടും പേടി നാട്ടുകാർക്കല്ലേ? നമുക്ക് ഒരു പെൺകുട്ടി 2 പെൺകുട്ടി നമ്മളെക്കാട്ടും പേര് ചോദിക്കുന്നവരും പറയുന്നവരും അയൽവാസിയും ബന്ധുക്കാരും അവർക്കാണ് ഏറ്റവും കൂടുതൽ. ഈ 3 പെൺകുട്ടിയായി 4ാമത്തെ പ്രസവിച്ചു കഴിഞ്ഞാൽ നമ്മളെ നോക്കി എന്തിനാണ് സങ്കടപ്പെടുന്നത്? ഞങ്ങളൊക്കെ സങ്കടപ്പെടുന്നത് മക്കളെ പടച്ചോന്നുണ്ടെങ്കിൽ കെട്ടിക്കാനും ഞങ്ങൾക്കറിയാം. എന്തിനാ ഈ നാട്ടുകാരെ സങ്കടപ്പെടുന്നത്? എന്തിനാ? ഏറ്റവും ഐശ്വര്യം പെൺകുട്ടികളാണ്, അല്ലേ? അശോകേട്ടാ 110%. അശോകേട്ടന്റെ ഒക്കെ സന്തോഷം, 3 പെൺകുട്ടികളുള്ള അശോകേട്ടന്റെ ഒക്കെ സന്തോഷം കണ്ട ഇതുപോലെ ആകണം. പെൺമക്കളാണ് ഏറ്റവും വലിയ സന്തോഷം.